ഓക്കേ, അപ്പൊ നമുക്ക് തുടങ്ങാം. ലോകത്തിന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ഇടുങ്ങിയ ജലപാതയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ലോകവാർത്തകളിലും പിന്നെ നമ്മുടെ പരീക്ഷകളിലുമൊക്കെ സ്ഥിരം കേൾക്കുന്ന ഈ പേരിന്, അതായത് ഹോർമുസ് കടലിടുക്കിന് പിന്നിലുള്ള പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിൽ സൂയസ് കനാൽ, പനാമ കനാൽ അങ്ങനെയുള്ള പല പേരുകളും വന്നിട്ടുണ്ടാകാം, അല്ലേ? എന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥയുടെയും രാഷ്ട്രീയത്തിന്റെയുമൊക്കെ കടിഞ്ഞാൻ കയ്യിലുള്ള ഒരിടത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി അറിയാൻ പോകുന്നത്. ഒരു സ്ഥലത്തിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായൊരു ധാരണ വേണം. അപ്പോൾ നമുക്ക് നേരെ ഭൂപടത്തിലേക്ക് പോകാം. ഈ ഹോർമസ് എവിടെയാണെന്ന് കൃത്യമായിട്ടൊന്ന് അടയാളപ്പെടുത്താം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ഒരു കടലിടുക്ക് അഥവാ ഒരു സ്ട്രെയിറ്റ്? വളരെ സിമ്പിളാണ്. രണ്ട് വലിയ കടലുകളെയോ അല്ലെങ്കിൽ രണ്ട് വലിയ ജലാശയങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ ജലപാത, അത്രയേ ഉള്ളൂ. അപ്പോ ഹോർമസ് കടലിടുക്ക് എവിടെയാണ്? ദേ ഈ മാപ്പിലേക്ക് നോക്കൂ. ഒരു സൈഡിൽ പേർഷ്യൻ ഗൾഫ്, മറ്റേ സൈഡിൽ ഒമാൻ ഗൾഫ്. ഇവ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലം പോലെയാണ് ഹോർമസ്. ഇനി ഇതിന്റെ കരയിലോ? വടക്കുഭാഗത്ത് ഇറാനും തെക്കുഭാഗത്ത് ഒമാനും. ഈ നാല് പേരുകളും, അതായത് പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഗൾഫ്, ഇറാൻ, ഒമാൻ, ഇത് നാലും മനസ്സിൽ ഉറപ്പിച്ചോളൂ. പരീക്ഷയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. ശരി, ഹോർമസ് എവിടെയാണെന്ന് നമുക്കിപ്പോ കൃത്യമായി അറിയാം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഇത്ര ചെറിയൊരു ജലപാതയ്ക്ക് ലോകം ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? ഉത്തരം ഒറ്റവാക്കിൽ പറയാം: എണ്ണ. അതെ, ക്രൂഡ് ഓയിൽ. ലോകത്തിന്റെ ഊർജ്ജാവശ്യങ്ങൾ മുഴുവൻ ചുമന്നുകൊണ്ടുള്ള ഭീമൻ എണ്ണക്കപ്പലുകളുടെ ഒരു മഹാപ്രവാഹം തന്നെയാണ് ഇടുങ്ങിയ വഴിയിലൂടെ കടന്നുപോകുന്നത്. അപ്പോൾ ഈ ഒരു വഴിക്ക് കിട്ടുന്ന സാമ്പത്തിക ശക്തിയും സ്വാധീനവും ഒന്നാലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ ഇതിനൊരു വിളിപ്പേരുണ്ട്: ദ ഗ്ലോബൽ ഓയിൽ പൈപ്പ് ലൈൻ, അഥവാ ആഗോള എണ്ണക്കുഴൽ. ഈ പേര് മാത്രം മതി ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. ശരിക്കും ലോകത്തിന്റെ എണ്ണയുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നൊരു ഭീമൻ പൈപ്പ് ലൈൻ പോലെയാണിത്. ഇതാ, ശ്രദ്ധിച്ചു കേൾക്കണം. ഇതാണ് ഏറ്റവും നിർണായകമായ കണക്ക്. ലോകത്ത് ഉപയോഗിക്കുന്ന മൊത്തം എണ്ണയുടെ 20%, അതായത് 1/5 കടന്നുപോകുന്നത് ഈ ഒരൊറ്റ ജലപാതയിലൂടെയാണ്. ചിന്തിച്ചു നോക്കൂ, ഈ വഴി ഏതാനും മണിക്കൂറുകൾ അടഞ്ഞാൽ പോലും ലോക സമ്പദ്വ്യവസ്ഥയുടെ താളം തെറ്റും. അപ്പൊ സ്വാഭാവികമായും ഇത്രയധികം സാമ്പത്തിക മൂല്യമുള്ളൊരു ഇടുങ്ങിയ സ്ഥലം എപ്പോഴും ഒരു തന്ത്രപ്രധാന കേന്ദ്രമായി മാറുമല്ലേ? അതുകൊണ്ടുതന്നെ ഇത് പലപ്പോഴും വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും വേദിയാകാറുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ ഇരുവശത്തും രണ്ട് രാജ്യങ്ങളാണ്. വടക്ക് തന്ത്രപ്രധാനമായ ആ തീരം മുഴുവൻ നിയന്ത്രിക്കുന്ന ഇറാൻ, തെക്ക് സമാധാനപരമായ ഗതാഗതം ഉറപ്പാക്കുന്നതിൽ പങ്കാളിയാവുന്ന ഒമാൻ. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അധികാര സന്തുലനമാണ് ഹോർമുസിനെ ഒരു അന്താരാഷ്ട്ര ഹോട്ട്സ്പോട്ടാക്കി മാറ്റുന്നത്. ഓക്കെ, നമ്മളിപ്പോ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഈ വിഷയം ഇന്ത്യയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കണോ നോക്കാം. കാരണം പശ്ചിമേഷ്യയിലെ ഒരു ചെറിയ പ്രശ്നം പോലും ഇവിടെ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. നമ്മളെല്ലാവരും ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഗൾഫ് മേഖലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ പെട്രോൾ, ഡീസൽ വില കൂടുന്നത് എന്തുകൊണ്ടാണെന്ന്. അതിന്റെ ഒരു പ്രധാന ഉത്തരം കിടക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലാണ്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ ഒരു പൈപ്പ് ലൈൻ പോലെയാണെങ്കിൽ അതിന്റെ പ്രധാന വാൽവ് ഇരിക്കുന്നത് ഹോർമുസിലാണ്. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഭൂരിഭാഗവും വരുന്നത് ഈ വഴിയിലൂടെയാണ്. ആ വാൽവ് എങ്ങാനും അടഞ്ഞാൽ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി, അതായത് നമുക്കാവശ്യമായ ഊർജം തടസ്സമില്ലാതെ ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന അവസ്ഥ, അത് അപകടത്തിലാകും. ഫലം എന്തായിരിക്കും? ഇന്ധനവില കുതിച്ചുയരും, രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടാകും. ശരി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി പരീക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ പോയിന്റുകൾ നമുക്കൊന്ന് വേഗത്തിൽ ഓർത്തെടുക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ഇവയാണ് നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റ്: ഹോർമുസ് കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. രണ്ടാമതായി, ഇതിന്റെ അതിർത്തിയിലുള്ള രാജ്യങ്ങൾ വടക്ക് ഇറാനും തെക്ക് ഒമാനുമാണ്. മൂന്നാമത്തെ ഏറ്റവും നിർണായകമായ കണക്ക്: ലോകത്തിലെ 20% പെട്രോളിയം കടന്നുപോകുന്നത് ഇതിലൂടെയാണ്. 20%, മറക്കരുത്. നാലാമതായി ഓർക്കേണ്ടത് ഇതിന്റെ വിളിപ്പേരാണ്: ദ ഗ്ലോബൽ ഓയിൽ പൈപ്പ് ലൈൻ. അവസാനമായി, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക്, അതായത് നമ്മുടെ എനർജി സെക്യൂരിറ്റിക്ക് ഹോർമുസ് കടലിടുക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും മറക്കരുത്. നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. പക്ഷേ പോകുന്നതിന് മുൻപ്